അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു ചായ ഇടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം ഞാൻ അരക്കവർ പാലാണ് എടുത്തേക്കുന്നത് കേട്ടോ. അരക്കവർ പാലും പിന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. ആദ്യ ഭാഗമൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ പാല് തിളച്ച് തുടങ്ങിയിട്ട് നമുക്ക് ചായപ്പൊടി ഇടാം. ചായപ്പൊടിയുടെ അളവ് ഞാൻ സ്പൂണിനൊന്നുമല്ല എടുത്തേക്കുന്നത്, ഇതാണ് അടപ്പ്. അപ്പോൾ ഇത്രയും ചായപ്പൊടി ഞാൻ എടുത്തു. ഇനി ഇതിലേക്ക് ഇടുകയാണ്. ഇനി ഇവിടെ കിടന്ന് തിളച്ച് നന്നായിട്ട് കളർ ഇളകുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ചായ തിളച്ചിട്ടുണ്ട്, നമുക്ക് ഇതൊന്ന് ജസ്റ്റ് നൂതി കൊടുക്കണം. ഇതുപോലെ പാത്രം ഒന്ന് ചുറ്റിച്ചൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെയാണ്. അപ്പം ഇവിടെ ഇരുന്നിട്ട് ഇനി കളർ ഇളകട്ടെ. ഇവിടെ എൻ്റെ വീട്ടിലെല്ലാവർക്കും ചായക്ക് നല്ല ഉണ്ടല്ലേ പതിയെ കളർ ഇളകി വരുന്നത്. ഇതിലും നല്ല കടുപ്പം വേണം ഇവിടെ. നമുക്ക് വെയിറ്റ് ചെയ്യാം. കുറച്ച് ചായപ്പൊടി കൂടെ ഞാൻ ഇട്ട് കൊടുക്കുവാണേ. അങ്ങനെ കുറച്ച് ചായപ്പൊടി കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി ഇത് തിളക്കട്ടെ. തീ കൂട്ടി വെക്കാം, അപ്പോൾ പെട്ടെന്ന് തിളച്ച് വരും. ഞാൻ ചായ ഇടുന്നത് ഇങ്ങനെയാണ് കേട്ടോ. തീ കൂട്ടും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ കുറയ്ക്കും. ഏകദേശം നല്ല കളറൊക്കെ വന്നിട്ടുണ്ടാവും. നമ്മൾ എത്ര സമയം ഇതിങ്ങനെ തിളപ്പിക്കുന്നോ അത്രയും ടേസ്റ്റ് ഉണ്ടാകും ചായക്ക്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് ചായക്കൊക്കെ നല്ല കളർ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇച്ചിരി കൂടെ കളറ് വന്നിട്ട് പഞ്ചസാര ചേർക്കാം. അപ്പോൾ ഇത് കണ്ടോ, ഇതിനകത്ത് ഏകദേശം ഞാനൊരു 4 ഗ്ലാസ് ചായക്കാണ് പാൽ വെച്ചിട്ടുണ്ടായിരുന്നത്. അതിനനുസരിച്ച് 4 ഗ്ലാസ്സിന് ഞാൻ 4 സ്പൂൺ പഞ്ചസാര ഇടും. ഓവർ മധുരമൊന്നും ആകത്തില്ല. 4 ഗ്ലാസ് കുറച്ചുകൂടെ ഉണ്ട് ഈ ചായ. ഉണ്ടോ, കളർ വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണുന്നവർ ഈ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും വേണം കേട്ടോ. ഇതാണ് ഇവിടുത്തെ പഞ്ചസാര പാത്രം. ഇനി ഇതിൽ നിന്ന് 4 സ്പൂൺ എന്ന് പറഞ്ഞാൽ ടേബിൾ സ്പൂൺ അല്ല, ഇത് ഇതുപോലത്തെ സ്പൂണിനകത്ത്, ഇതിപ്പോൾ ചായയിലിട്ട സ്പൂണാണ്, അതുകൊണ്ട് 4 സ്പൂൺ പഞ്ചസാര ഞാൻ ഇടുന്നുണ്ട്. നമ്മുടെ ചായ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി പഞ്ചസാര അതിലേക്കിടട്ടെ. വീഡിയോ എടുത്തുകൊണ്ട് പഞ്ചസാര ഇടാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ 4 സ്പൂൺ പഞ്ചസാര ഞാൻ ഇട്ടു. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കും. നമ്മുടെ ചായ ഏകദേശം റെഡിയായി കഴിഞ്ഞു. ഇനി അതിൻ്റെ മധുരമൊക്കെ നോക്കട്ടെ. നമ്മുടെ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന, ഹോട്ടലല്ല, പണ്ടൊക്കെ നമ്മൾ ചെറിയ കടകളിലൊക്കെ ചെല്ലുമ്പോൾ കുടിക്കുന്ന ചായയുടെ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ പഞ്ചസാരയൊക്കെ ഇട്ട് ചായ ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് തീ കൂട്ടി വെക്കുവാണ്. ഹൈ ഫ്ലെയിമിലിട്ട് ഒന്നുകൂടെ പതഞ്ഞ് വരട്ടെ, എന്നിട്ടിത് ഓഫ് ചെയ്യണം. ഇതേ നമ്മുടെ ചായ തിളച്ചിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് പതഞ്ഞ് പോയി കഴിയുമ്പോൾ അതിൻ്റെ പഞ്ചസാരയും ചായപ്പൊടിയും എല്ലാം കൂടെ മിക്സായിട്ട് നല്ലൊരു അടിപൊളി ടേസ്റ്റ് വരും. അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി ഓഫ് ചെയ്യുവാണ് തീ. അപ്പോൾ ഇതേ ഞാൻ ചായ ഏകദേശം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി വേണ്ടത് ഇതുപോലെ വലിയൊരു കപ്പ് വേണം, പിന്നെ അരിപ്പ വേണം, പിന്നെ വേണ്ടത് ഇതുപോലത്തെ ഒരു ഗ്ലാസ്. അപ്പോൾ വെട്ടത്ത് കൊണ്ടുവന്നപ്പോൾ കളർ കണ്ടല്ലോ. ഇനി തന്നെ ഇതാണ് ഇതിനകത്തെ മെയിൻ കാര്യം. അതായത് ഇതാണ്ട് കപ്പിലോട്ട് തിരിച്ചും ഇതുപോലെ മാറ്റിയിടും.
കഴിഞ്ഞിട്ട് നമുക്ക് അരിച്ചെടുക്കാനായിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് പിന്നെ പതഞ്ഞ ചായ ഇങ്ങോട്ട് ഒഴിക്കണം. വെച്ചിട്ടുണ്ട്, ഏകദേശം നിറയാറായിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇനിതാ ഇങ്ങനെ എടുത്തിട്ട് ഗ്ലാസ് വെച്ചിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചെടുക്കുമ്പോൾ ചായ റെഡിയായി. കണ്ടോ? ഇനി എന്ത് ചെയ്യണം? ഇനി ചായ പാത്രത്തിലുള്ള ബാക്കി ചായ ഇവിടെ നമുക്കിത് ഒഴിച്ച് വെക്കണം. ഇതുപോലെ ഒഴിച്ചെടുത്തിട്ട് സ്റ്റീലിൻ്റെ ചെറിയ പാത്രം കൊണ്ട് ഇങ്ങനെ അടച്ച് വെച്ചാൽ ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ബൈ.